ജോലിയില്ലാതെ 2 മാസമായില്ലേ ഇപ്പം. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. മാഡം, അടുത്ത മാസം 3 മാസത്തെയും കൂടെ കൂട്ടി ഒരുമിച്ച് വന്നേക്കാം. ഞങ്ങൾക്ക് വേറൊരു ജോലി ഏതാണ്ട് ശരിയായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാനിവിടുത്തെ ജോലിക്കാരിയല്ലേ, ഞാനെന്ത് ചെയ്യാനാ? 2 മാസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു നിന്നില്ലേ? ഇനി ഓണർമാർ സമ്മതിക്കില്ല. ഇന്നൊരു ദിവസം കൂടി ഇവിടെ നിന്നോളൂ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ വേഗം തീരുമാനിച്ചോളൂ. ഓക്കെ, ബാ. ഡി, എന്താ ചെയ്യാ? 12,000 രൂപ കൊടുക്കണം. നമുക്ക് അവരെ ഒന്ന് വിളിച്ചു നോക്കാം. വിളിച്ചു നോക്കാം, പക്ഷെ കാശിന്റെ കാര്യം കഷ്ടമാ. ഹലോടാ, ഒരു പ്രശ്നമുണ്ട്. ഹോസ്റ്റൽ റെന്റ്. ഞാൻ ദീപ്തിയായിട്ട് സംസാരിച്ചിട്ട് വിളിക്കാം. എടി, അത് ശരിയാവോ? വീട്ടിലെങ്ങാനും അറിഞ്ഞാ തീർന്നു. പൊന്നു മോളെ, ഇപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ല. ജോലിയും പോയി ഒന്നുമില്ലാത്തൊരവസ്ഥയില് വീട്ടിൽ ചെന്ന് കയറുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്? കുറച്ചു ദിവസം, അപ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യാം. എന്താണ് ഈ വിചാരിച്ചിങ്ങനെ? എൻ്റെ ചങ്ങായിമാരാണെന്ന് വെച്ച് വാടക തരണ്ടാന്നോ? അന്നൊരാൾ തിരിച്ചു പോയിട്ട് തന്നെ ഇവിടെ താങ്ങാൻ കഴിയണില്ല. എന്റെ വാപ്പ ഈ മാസം അവസാനം 2 വാടക തരാന്ന് പറഞ്ഞിക്കണ്. തരാന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. തരും. ഏതാണ്ടപ്പം കുട്ടികള് കണ്ടിട്ടൊരു സെയിൽസ് ഗേളാന്ന് തോന്നുന്നു വാപ്പ. എന്തിന്റെ സെയിൽസ്? ബാപ്പ ഈ മെറ്റീരിയൽസ് ഒക്കെ വിൽക്കണ സാധനങ്ങള്. കമാലെ, ഇതാരാ ബാപ്പയാണോ? പറഞ്ഞോട്ടാ ഓരോ സംശയം തീർത്താണ്. ഇതാണ് എന്റെ വാപ്പ. നായിന്റെ മോൻ ഈ തോന്നിയാസം കളിക്കാനല്ല ഞാൻ പോരെ വാടക. അവരങ്ങനത്തെ ആൾക്കാരല്ല, അവര് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വാടകന്റെ കാര്യം 2 ആഴ്ച കൂടി ഞാൻ അവധിയായിരുന്നു. മതി. പിന്നെ ഇവര് ഇവിടെ താമസിക്കാനാണെങ്കിൽ അത് ഞാൻ സമ്മതിക്കൂല. ഇവരിപ്പം പോകും വാപ്പ. പോകാനില്ലേ? എടാ ഞായറാഴ്ച അടിച്ച് 3 പൊട്ടിക്കും നമുക്ക്. വാടകന്റെ കാര്യം ഞാനേറ്റു വാപ്പ. നിങ്ങള് നല്ല ആൾക്കാരാ. ഞാനാകെ ബേജാറായി പോലെ. എന്താ എനിക്ക് ആ മാനേജർ മഹാൻ ഇന്ന് കാണണേ. നമ്മളുണ്ടോ? ആ, തിരക്ക് കഴിഞ്ഞോട്ടെ. നമ്മുടെ ബാങ്കിൽ ഒരുപാട് സ്കീമുകളുണ്ട്. സർ, പ്ലീസ് കം. സാറേ, എൻ്റെ പേര് നാസർ. എനിക്ക് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്. പ്ലീസ് ഇരിക്കൂ. കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ ഇതിന് വല്ല കുഴപ്പമുണ്ടോ? സാറേ, നിങ്ങളിത് കണ്ടോ? കൺസോളിഡേറ്റഡ് ചാർജ് എന്ന് പറഞ്ഞ് 3411 രൂപ 54 പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടായിട്ടുണ്ട്. അത് ചാർജ് സാറേ. സി മിസ്റ്റർ നാസർ, താങ്കൾ ബാങ്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഉപയോഗിക്കുന്നില്ലേ? ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് മൊബൈലിൽ ബാങ്കിന്റെ ആപ്പും ഉണ്ട്. പണം കൈമാറ്റം ചെയ്യാൻ ബാങ്കിൽ ക്യൂ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിലുള്ള മൊബൈലിൽ കിട്ടുന്നുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ നൽകുമ്പോൾ അതിന്റെ ചാർജ് നിലയിൽ സ്വാഭാവികമായി ബാങ്ക് ഒരു എമൗണ്ട് എടുക്കും. അങ്ങനെയാണ് എൻ്റെ പൈസ എൻ്റെ കയ്യിലിരിക്കുന്ന. ബാങ്കിന് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇത് കണ്ട, ഇതിനകത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് ചാർജ് എന്ന് പറഞ്ഞ് 652 രൂപ 52 പൈസ. അതും എടുത്താണ്. ഞാൻ എടുത്തതല്ല, ബാങ്കിന്റെ പുതിയ സർക്കുലർ പ്രകാരമുള്ളതാണ്. 29-ാം തീയതി താങ്കൾ 50,000 രൂപ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ചാർജാണ്. അതിന്റെ ചാർജോ? അയ്യോ സാറേ, ഞാൻ പൈസ ആയിട്ട് ഇത്തരത്തിലൊരു ചാർജ് ഈടാക്കും നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു. അത് ആദ്യം നേരത്തെ പറയണ ഇടാൻ നിൽക്കൂലേ നീ? ഇതിങ്ങനെ തോന്നിയ അവർ എടുത്തോടെ ഒരു ചോദ്യമില്ല, പറച്ചിലുമില്ല. ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ ഈ ചാർജസ് എല്ലാം എടുക്കാനുള്ള അനുമതി നിങ്ങൾ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ചെറിയ അക്ഷരത്തിലാണെങ്കിലും വ്യക്തമായി ഇംഗ്ലീഷിൽ ആ പേപ്പറിലെല്ലാം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെയല്ലേ ഒപ്പിട്ട് തന്നിട്ടുള്ളത്? എന്റെ പൊന്നു ചെങ്ങ, പൊന്നു സാറേ, ഇതൊക്കെ വായിച്ചു നോക്കി ആരെങ്കിലും ഒപ്പിടും ഈ ലോകത്ത്? എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളപ്പോ ഇത്ര ചാർജ് കട്ടാക്കുന്നതിനെ പറ്റി മൈൻഡ് ചെയ്തില്ല. എന്ത് ഞാനേ
വേറെ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാ ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ്. അതാണ് സി മിസ്റ്റർ നാസർ, നിങ്ങൾ ഇവിടുത്തെ അക്കൗണ്ടിന്റെ പൈസയിൽ ബാംഗ്ലൂരും മൈസൂരിലും ചെന്നൈയിലും ഒക്കെ പോകുന്നില്ലേ? അവിടെയൊക്കെ നിങ്ങൾ ATM യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ക്യാഷ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെയെല്ലാം ക്യാഷ് എത്തിക്കും. അതിന് വണ്ടി ഓടണം, അവർക്ക് ശമ്പളവും കൊടുക്കണം. അതിൻ്റെയൊക്കെ ചാർജാണ് ഈ ചാർജ്. ഓഹോ, അങ്ങനെയൊക്കെയാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അതിനിടയ്ക്ക് 22 വെച്ച് കുറെ കട്ടായി പോകുന്നുണ്ട്. എന്താ 22ന്റെ കണക്ക്? അതായത് മാസത്തിൽ 5 തവണയാണ് ATM ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ട്രാൻസാക്ഷനും യൂസർ ഫീ കട്ടാവും. ആ രൂപയാണ് ഈ 22. ചുരുക്കി പറഞ്ഞ ഒരാളങ്ങളെ കയ്യിലേക്ക് ഇട്ടേ കൊന്നു കൊലവിളിക്കുന്നു അല്ലേ? ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ ഇതിനൊക്കെ ചെലവുണ്ടെന്ന്? സാറേ, ഇത്രയും പൈസ കൊടുത്തിട്ട് നിങ്ങളെ സേവനം എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതിനെന്താ വേണ്ടി അത് പറയും. ഇവിടെ മാത്രമല്ല, എല്ലാ ബാങ്കുകളിലും ഇത് തന്നെ ചെയ്യും. പിന്നെ താങ്കൾക്ക് വേണമെങ്കിൽ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അവിടെ ഒരു ഫോം ഉണ്ട്, അത് പൂരിപ്പിച്ചു കൊടുത്താൽ മതി. എന്താ? പിന്നെ അതുകൂടാതെ താങ്കൾ ഇവിടെ നിന്ന് വാങ്ങിയ പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, ATM കാർഡ്, പിന്നെ അതുകൂടാതെ താങ്കൾ ആണ് ഈ അക്കൗണ്ട് ഹോൾഡർ എന്നുള്ളതിന്റെ തെളിവ്. അതായത് താങ്കൾ അക്കൗണ്ട് തുടങ്ങാൻ സമയത്തുള്ള അന്ന് തന്ന പ്രൂഫ്സ്, ID പ്രൂഫ്സ്, അത് കൊണ്ടുവരണം. ഓ, അതൊക്കെ തിരിച്ചു തരണം. ഇതൊക്കെ തിരിച്ചു തരാൻ വേണം. കൂടാതെ ഒരു ക്ലോസിംഗ് ചാർജ് ഉണ്ടാവും. ക്ലോസിംഗ് ചാർജ് എന്നെ പോലത്തെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്ത് പറഞ്ഞാലും പുരാണത്തിലെ ദേവേന്ദ്രനെ പോലെ ചിരിക്കുക. അതിനും ചിരിക്കുക. താഴത്തെ ഇറങ്ങുണ്ടോ? അടിച്ചും പിടിച്ചോളൂ. എൻ്റെ ഒരു ഫോണും പെന്നും എല്ലാം രക്ഷപ്പെട്ടോളൂ. ഈ ബാങ്ക് അടിച്ചു പൊളിക്കാൻ പോവാ. ഓരോ കൂട്ടുപരിന്റെ കാര്യം നിന്റെ പ്രശ്നം മൊത്തം ഇത് തീർത്തു തരും. 2 കോടി രൂപ ലോൺ എടുത്തു പരട്ട ബാങ്കിൽ നിന്ന്. പറ്റോ ഓരോ ചേമ്പ് കൂട്ടിരിക്കുന്നു. അടിച്ചാൻ പൊളിച്ചോളൂ. കളിക്കുന്നിട്ടാരു